ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ 6 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു ട്രാവൽ ചെയ്യാൻ പോകുന്ന ഒരു എനർജിയാണ്. മാത്രമല്ല നിങ്ങൾ ഇപ്പം ആയിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്കൊരു ചേഞ്ചാണ്. നിങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി ഒരു യാത്ര പോകുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇത് നിങ്ങൾ കുറേ കാലം കൊണ്ട് ആഗ്രഹിച്ച ഒരു യാത്രയാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കാത്തിരുന്ന ആ ഒരു യാത്ര അത് വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് എന്നാണ്. നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് പലതവണ ഒരുപക്ഷെ ശ്രമിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ അത് നടക്കാതെ പോയിട്ടുണ്ടാവാം. എന്നാൽ ഈ സമയം നിങ്ങളത് റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് ചിലപ്പോൾ കുറേ ആൾക്കാർക്കും നിങ്ങൾ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകുന്ന ഒരു എനർജിയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മറ്റെവിടേക്കെങ്കിലും മാറി താമസിക്കാൻ പോകുന്നതാവാം. നിങ്ങളിപ്പോൾ നിൽക്കുന്നിടത്ത് നിന്നും ഒരു ചേഞ്ചാണ് നിങ്ങൾക്കുള്ളത്. അത് ഒരു പുതിയ വീട്ടിലേക്കോ അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ ഓഫീസിലേക്കോ ഒക്കെ പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ കുറേ ആൾക്കാർ ഒരു തീർത്ഥാടന യാത്ര പോകുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിന് സമാധാനവും സന്തോഷവും ഒക്കെ ലഭിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്നു എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം ലഭിക്കുന്നിടത്ത് നിങ്ങൾ നടന്നെടുക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. പിന്നെ ഇവിടെ കിങ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റെബിലിറ്റിയാണ്, പ്രൊട്ടക്ഷനാണ്, സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ തീരുമാനിക്കുന്ന ഒരു സമയമാണ് എന്നാണ്. വേറെ ആരുടെയും ഒരു തരത്തിലുമുള്ള ഒരു അഡ്വൈസും ഈ ഒരു സമയം നിങ്ങൾക്ക് വേണ്ട എന്നുള്ളതാണ്. സ്ട്രോങ് ആയിട്ടുള്ളൊരു ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണ്. അതായത് മാറ്റാൻ പറ്റാത്ത അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും മാറ്റാത്ത ചില തീരുമാനങ്ങൾ ഈ സമയം എടുക്കുമെന്നും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ സൺ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു സമയം നിങ്ങളൊരു സൂര്യനെ പോലെ ഇരിക്കുന്നു എന്നാണ്. അത്രയും പോസിറ്റീവായിട്ട് നിങ്ങൾക്കിരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ സമയത്തെ നിങ്ങളുടെ ഒരു പ്രത്യേകത. നിങ്ങൾ കുറേ ആൾക്കാർക്കും സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ കുറേ ആൾക്കാർക്കും ഇപ്പോൾ നടന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് നടക്കും എന്നൊരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു കാർമേഘം ഒഴിഞ്ഞു മാറി ഒരു വെളിച്ചം വന്നെത്തുന്നു എന്നുള്ളതാണ്.
അപ്പോൾ നമ്മളൊന്ന് തിളങ്ങുന്ന ഒരു എനർജിയാണ് ഈ സമയം നിങ്ങൾക്കുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഫങ്ഷനിലൊക്കെ ചിലപ്പോൾ പോകുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് പാമ്പർ ചെയ്ത് സന്തോഷിപ്പിച്ച് നിങ്ങൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സമയമാണ് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതൊക്കെ ഈ സമയം ചെയ്യാൻ സാധിക്കും എന്നാണ്. അതുപോലെ ഒന്ന് സെൽഫ് കെയർ ഒക്കെ ചെയ്ത് നിങ്ങൾ ഇരിക്കുന്ന ഒരു എനർജിയും ഇതിലുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ഒന്ന് സെൽഫ് ടോക്കൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. അതുപോലെ പുതിയ പ്രതീക്ഷകളാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്ന കുറേ ബ്ലോക്കേജസ് ഒക്കെ മാറിപ്പോയി, അങ്ങനെയൊക്കെയുള്ളൊരു തോന്നൽ ഈ ഒരു സമയം നിങ്ങൾക്കുണ്ട് എന്നാണ് കാണുന്നത്. പിന്നെ ഇവിടെ 7 ഓഫ് വാൺസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിൽ മറ്റുള്ളവർ നിങ്ങളെ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഇത് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരാകാനാണ് കൂടുതൽ സാധ്യത, അല്ലെങ്കിൽ നിങ്ങളോട് കൂടുതൽ അടുത്ത് പെരുമാറുന്ന ആരെങ്കിലും ആവാം. അപ്പോൾ നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവാം എന്നാണ്. അതായത് നിങ്ങൾ ഏതറ്റം വരെ പോകുമെന്ന് അവർക്കറിയണം. അപ്പോൾ അതിന് പലതരത്തിൽ പല സൈഡിൽ നിന്ന് ആളുകൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒരു പരീക്ഷണമായിട്ട് തന്നെ നിങ്ങൾ കാണുക. ഇതിൽ നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ പൊട്ടിത്തെറിച്ച് നിങ്ങൾ പ്രശ്നമുണ്ടാക്കാതിരിക്കുക എന്നാണ്. അങ്ങനെ ചെയ്താൽ അവിടെ നമ്മൾ തോറ്റു പോവുകയാണ് ചെയ്യുക. അപ്പോൾ വളരെ ഭംഗിയായിട്ട് അതിനെ ഒന്ന് ഡീൽ ചെയ്യാൻ ഈ ഒരു സമയം നിങ്ങൾ ശ്രമിക്കുക എന്നാണ്. അതുപോലെ മറ്റുള്ളവർക്കൊരു മാതൃകയാകാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണതയിൽ എത്തുന്ന ഒരു സമയമാണ്. അതായത് എല്ലാം നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ്. നിങ്ങൾ എന്തിനാണോ പരിശ്രമിച്ചത് ആ പരിശ്രമത്തിനൊരു ഫലമുണ്ടാകുന്ന ഒരു എനർജിയാണ്. അതുപോലെ നിങ്ങളുടെ കുണ്ടലിനിയൊക്കെ ഒന്ന് റേസ് ചെയ്യുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയം നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ ദൈവം കേൾക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ മാറിയിട്ടുണ്ട്. നിങ്ങൾ പ്രഗ്നൻസി പ്രതീക്ഷിക്കുന്നവർക്ക് അത് ഉണ്ട്. അതുപോലെ യാത്രാ തടസ്സം ഉള്ളവർക്ക് അത് മാറുന്നുണ്ട്. അപ്പോൾ ഒരു പൂർണ്ണത നിങ്ങൾ ഈ സമയം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടുമെന്നുള്ളതാണ്. മാത്രമല്ല ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഹാപ്പിനെസ്സും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 6 ഓഫ് വാൺസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ സക്സസ് ആണ്. പിന്നെ ചില ആൾക്കാർക്ക് പ്രമോഷൻ പോലുള്ള കാര്യങ്ങൾ ലഭിക്കുന്ന ഒരു എനർജിയും ഉണ്ട്. നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിന് എന്ത് തടസ്സമാണോ ഉണ്ടായിരുന്നത് അത് മാറ്റാനുള്ള കഴിവുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട്. ഇവിടെ എംപറർ വന്നിട്ടുണ്ട്. അതുപോലെ കിങ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കിങ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ആ ഒരു വെപ്പൺ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. നിങ്ങളത് ഉപയോഗിച്ചാൽ മാത്രം മതി എന്നാണ് കാണുന്നത്. അതുപോലെ നിങ്ങൾക്ക് അവാർഡ് കിട്ടുന്ന ഒരു എനർജി ഇതിൽ കാണുന്നുണ്ട്. അതുമാത്രമല്ല സ്കോളർഷിപ്പൊക്കെ കിട്ടി പഠിക്കാൻ പോകുന്ന ഒരു എനർജിയും ഇതിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വിദേശത്തൊക്കെ പഠിക്കാൻ പോകാൻ ആഗ്രഹിച്ചിരുന്ന് അതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ സമയം വളരെ സക്സസ് ആണെന്നാണ് കാണുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ ചില സാഹചര്യങ്ങളെ മറികടന്നാൽ, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ചില വ്യക്തികളെ വിട്ടുകളഞ്ഞാൽ നിങ്ങൾക്ക് വരുന്നത് വിക്ടറിയാണ് എന്നുള്ളതാണ്. വളരെ വലിയ വിജയമാണ് നിങ്ങൾക്ക്
വരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ ചോയ്സാണ് നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഫ്രീ വില്ലുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ എംപറർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം ഒരു അധികാരം നിങ്ങളുടെ കൈകളിൽ എത്തുന്ന ഒരു സമയമാണ്. ഇതിലും പ്രമോഷൻ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ഇതുവരെ ബുദ്ധിമുട്ടിച്ചിരുന്ന ആൾക്കാരെ നിങ്ങൾക്ക് ഭരിക്കാനുള്ളൊരു അവസരം കിട്ടുമെന്നുള്ളതാണ്. ചിലപ്പോൾ അത് നിങ്ങളുടെ വർക്ക് പ്ലേസിലാവാം. അപ്പോൾ നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാവാം. കുറേ കാലം കൊണ്ട് നിങ്ങളെ അടിച്ചമർത്തി നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അവരെയൊക്കെ മാറ്റി നിർത്തി നിങ്ങൾക്ക് പ്രമോഷൻ പോലെയുള്ള ഒരു കാര്യം കിട്ടാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ പബ്ലിക് റെക്കഗ്നേഷൻ ആണ്. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അതായത് ഈ സമയം നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർക്ക് അത് കേട്ടേ പറ്റുകയുള്ളൂ. അവർക്ക് അങ്ങനെയുള്ളൊരു അവസ്ഥ ഈ സമയം വരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു സിംഹാസനം ഒരുക്കി അതിലിരിക്കാനൊരു അവസരം ഈ സമയം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ കിങ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയത്തെ നിങ്ങളുടെ ആ ഒരു എനർജി വളരെ പവർഫുള്ളാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ്. ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ആൾക്കാരെല്ലാം അങ്ങനെ നിങ്ങൾ ചെയ്യുക എന്നാണ്. അപ്പോൾ ഈ ഒരു കിങ് ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് വളരെ ആലോചിച്ച് പല കാര്യങ്ങളും ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അത്തരത്തിലൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങൾ മാറ്റി വെച്ചിരുന്ന കുറേയധികം കാര്യങ്ങളൊക്കെ ഈ സമയം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. മാത്രമല്ല ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളത് തന്നെയാണ്. അതായത് മറ്റുള്ളവർക്ക് വേദനിക്കും അല്ലെങ്കിൽ അവർക്ക് വിഷമമാകും എന്നൊക്കെ വിചാരിച്ച് മാറ്റി വെച്ചിരുന്ന ചില കാര്യങ്ങളാവാം. അല്ലെങ്കിൽ നമ്മുടെ മടി കൊണ്ട് മാറ്റി വെച്ചിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ ഈ സമയം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നാണ് കാണുന്നത്. വളരെ പവർഫുള്ളായിട്ടുള്ളൊരു എനർജിയാണ് ഈ സമയം നിങ്ങൾക്കുള്ളത് എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ സമയം നിങ്ങൾ എല്ലാവരോടും നീതിപൂർവം പെരുമാറുക. അതുപോലെ വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക എന്നൊരു മെസ്സേജും നിങ്ങൾക്ക് നൽകുന്നുണ്ട്. പിന്നെ ഇവിടെ 7 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങളെ ഉപദ്രവിച്ച ആൾക്കാരുടെ കുറേ രഹസ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു സമയമാണ്. അതായത് എന്തൊക്കെയാണ് പാസ്റ്റിൽ സംഭവിച്ചത്. ചില കാര്യങ്ങൾ ഹിഡൻ ആയിരുന്നിരിക്കാം, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ആരൊക്കെയാണ് നിങ്ങളെ ഉപദ്രവിച്ചത്, അല്ലെങ്കിൽ നിങ്ങളെ പിറകിൽ നിന്ന് കുത്തിയവരാരൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങളെ ചതിച്ചത് ആര് എന്നൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്ത് കാരണം കൊണ്ടാണ് മറ്റു വ്യക്തികൾ നിങ്ങളെ ഉപദ്രവിച്ചത് അല്ലെങ്കിൽ അവർ വിഷമിപ്പിച്ചത് എന്നൊക്കെ ഈ സമയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നും കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ഒന്നിനോടും ഒരു ഭയമൊന്നും തോന്നുകയില്ല. എന്തു വന്നാലും അതിനെ നേരിടാൻ സാധിക്കും എന്നൊരു മനോഭാവമാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നാണ് കാണുന്നത്. അതായത് നിങ്ങൾക്കൊരു പേടിയുമില്ല എന്നുള്ളതാണ്. പിന്നെ ജസ്റ്റിസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു കർമ്മയാണ്. നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾക്കുള്ള ഫലം നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പാസ്റ്റിൽ നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ അവർ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ചെയ്തവർ നിങ്ങളുടെ മുന്നിൽ വന്ന് തല കുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ കാണുന്നുണ്ട്. നിങ്ങളെ ഉപദ്രവിക്കുകയും നിങ്ങളെ പറ്റിക്കുകയും ഒക്കെ ചെയ്ത ആൾക്കാർ നിങ്ങളുടെ മുന്നിൽ വന്ന് തല കുനിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ ചെയ്ത നല്ല കർമ്മത്തിൻ്റെ ഫലം തന്നെയാണ്.
നിങ്ങൾ നല്ല കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലത് തന്നെ വരികയുള്ളൂ. അപ്പോൾ കർമ്മയിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഏത് കാര്യത്തിനാണോ ഒരു നീതി വേണം എന്ന് ആഗ്രഹിക്കുന്നത്, അത്തരത്തിലൊരു നീതി നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ പേജ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. പുതിയൊരു കാര്യം ഒന്നുകിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. അങ്ങനെ നിങ്ങൾ പുതിയൊരു കാര്യം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. കുറേ ആൾക്കാർക്കും ചെറിയ എന്തെങ്കിലും ബിസിനസ്സൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ബിസിനസ് ആരംഭിക്കുന്നതാവാം. അപ്പോൾ കുറേ ആൾക്കാർക്കും അങ്ങനെ കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരു ന്യൂ ബിഗിനിങ് ആണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ള എന്തോ ഒരു കാര്യം, ഈ സമയം കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാവാം. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഇതെങ്ങനെ ചെയ്യും എന്ന് ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവാം. ഒരുപക്ഷെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ക്ലിയർ ചെയ്യേണ്ട എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം. അപ്പോൾ അതെങ്ങനെ ചെയ്യണം, പൂർണ്ണമായിട്ടും നിങ്ങൾക്കത് ചെയ്തു തീർക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ടെൻഷനിലിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടതില്ല എന്നാണ്. നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് പറ്റുമെന്ന് തന്നെയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ അതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക. നിങ്ങൾ ടെൻസ്ഡ് ആവേണ്ട ആവശ്യമില്ല എന്നാണ്. അതുപോലെ എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്യേണ്ടത് എന്ന് ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ ഡീൽ ചെയ്യുന്ന ഒരു കാര്യമാവാം. അത് എങ്ങനെയെന്ന് ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആരോടെങ്കിലും സംസാരിച്ച് തീർക്കേണ്ട ഒരു കാര്യമുണ്ടെങ്കിൽ അത് വളരെ ശ്രദ്ധാപൂർവം, വളരെ ആലോചിച്ച് കൃത്യമായിരിക്കണം നിങ്ങളുടെ ആ ഒരു ഇടപെടൽ എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് എന്നുള്ളതാണ്. ആ ഒരു ലക്ഷ്യബോധത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകേണ്ട സമയമാണ് എന്നുള്ളതാണ്. നിങ്ങൾ പെട്ടെന്ന് ആക്ഷൻ എടുക്കേണ്ട എന്തെങ്കിലും ഒരു സാഹചര്യം ഈ സമയം വന്നേക്കാം. ചില ആൾക്കാർക്ക് പെട്ടെന്നൊരു ട്രാവൽ വന്നേക്കാം. അപ്പോൾ സഡൻ ആയിട്ടുള്ളൊരു തീരുമാനമെടുക്കേണ്ട സാഹചര്യം ഈ സമയം നിങ്ങൾക്ക് വരുമെന്നുള്ളതാണ്. കാരണം ഇവിടെ നൈറ്റ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. പിന്നെ ചില ആൾക്കാർക്ക് ശരിക്കും ഒരു തീവ്രമായൊരു പ്രണയം ആരോടെങ്കിലും തോന്നാനൊരു സാധ്യത കാണുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ തീവ്രമായൊരു പ്രണയത്തോടു കൂടി നിങ്ങളെ ആരെങ്കിലും സമീപിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 3 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയോ വാർത്തകൾ നിങ്ങളുടെ ലൈഫിൽ കിട്ടുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്ന തരത്തിലുള്ള ന്യൂസ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ എന്തോ ഒരു കാര്യം അനൗൺസ് ചെയ്യുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. ചിലപ്പോൾ അത് നിങ്ങളുടെ വിവാഹമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാവാം. നിങ്ങൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകുന്നതാവാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാൻ പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു കാര്യം തുടങ്ങുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെയൊരു കാര്യം നിങ്ങൾ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ വളരെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കണം ഈ ഒരു സമയം എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷങ്ങൾക്കെല്ലാം നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. നന്ദി പറയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വീണ്ടും വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾ ഫാമിലിയോടൊപ്പം എൻജോയ് ചെയ്യുന്ന ഒരു എനർജിയുമുണ്ട്.
അതുമാത്രമല്ല സുഹൃത്തുക്കൾക്കൊപ്പം യാത്രകളൊക്കെ പോയി എൻജോയ് ചെയ്യുന്ന ഒരു എനർജിയും ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ 5 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ കുറച്ചധികം ആൾക്കാർ ഒരു നിരാശയിലിരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ അതിൽ നിന്നൊന്ന് ചേഞ്ച് ആകുന്നു എന്നാണ്. അതായത് കിട്ടാത്ത കാര്യത്തെക്കുറിച്ച് ആലോചിച്ച്, പാസ്റ്റിൽ നഷ്ടപ്പെട്ടു പോയ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ഇനി എന്ത് സംഭവിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർ അവരുടെ ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഒന്ന് ഹീല് ആയൊരു എനർജിയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.